സ്വാമി നമ്മുടെ സ്വാമി സ്വാമി പ്രതിഷ്ഠാമുഹൂർത്തം. സ്വാമി ധ്യാനത്തിലായിരുന്നു. എത്ര വിളിച്ചിട്ടും ഉണർന്നില്ല. ഉണരുകയും വേഗത്തിലിങ്ങോട്ട് തിരിക്കുകയായിരുന്നു. അഷ്ടബന്ധം തയ്യാറാണോ? തയ്യാറാണ് സ്വാമി. കൊണ്ടുവരാൻ പറയൂ. അഷ്ടബന്ധം കൊണ്ട് എടുക്കണം. ഇതാ അഷ്ടബന്ധം. സാക്ഷിയായി വരേ സ്വാമി
സ്വാമി മണ്ണന്തലെ പുണ്യഭൂമിയാക്കി. ഉം. വൈകിയപ്പോൾ ഞങ്ങൾ ആശങ്കപ്പെട്ടു. ദേവിയുടെ അഹിതമെന്നോലും ഭയന്നുപോയി. ജ്ഞാനം തെളിയുമ്പോൾ ആശങ്കകളെല്ലാം മറയും. മേലിൽ ജന്തുഹിംസ ചെയ്യരുത്. ഉം. നിത്യപൂജ ചെയ്യണം. സ്വാമിയുടെ കൽപ്പന ഞങ്ങൾ പാലിക്കും. ഈ ക്ഷേത്രം ഇനിമേൽ ആനന്ദവല്ലീശ്വരമെന്ന് കീർത്തി കേൾക്കും. ഞങ്ങൾ ധന്യരായി. ഗുരു കടാക്ഷത്താൽ ദേവിപ്രസാദവും കൈവന്നു. നാം മണ്ണന്തല ദേവീസ്തവം രചിച്ചു തരാം. എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ. 9 പദ്യമുള്ള ദേവീസ്തവമാണ്. അത് ധ്യാനിച്ച് ജപിച്ചാൽ അറിവായി ദേവീപ്രസാദം കിട്ടും. പക്ഷേ സ്വാമി നിശ്ചയിച്ച മുഹൂർത്തത്തിനായിരുന്നില്ല പ്രതിഷ്ഠ. കൃത്യമുഹൂർത്തത്തിൽ നടന്നു. പക്ഷേ ക്ഷേത്രഭാരവാഹികൾ നിശ്ചയിച്ച മുഹൂർത്തത്തിലായിരുന്നില്ലല്ലോ. അതല്ലേ നാം പറഞ്ഞത്. എല്ലാം കൃത്യസമയത്ത് നടന്നു. പ്രതിഷ്ഠയ്ക്കെത്തിയത് വൈകിയല്ലേ സ്വാമി? നാം എത്തിയതായിരുന്നു മുഹൂർത്തം. ഒരു സംശയം ഉണർത്തിപ്പാനുണ്ട്. ഒന്നല്ല, എത്ര സംശയങ്ങളും പറയാം. പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം എണ്ണിയത് ഏത് രാശിയിലാണ്? അടി അളന്ന് നോക്കണം. പൊരുൾ പിടികിട്ടിയില്ല. പിടികിട്ടാൻ എന്തിരിക്കുന്നു? അടി അളന്ന് നോക്കണം, അത്രേ ഉള്ളൂ. കുട്ടി ജനിച്ച ശേഷമാണോ അതിനു മുമ്പാണോ ജാതകം നോക്കുന്നത്? ആ, ജനിച്ച ശേഷം. ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി മുഹൂർത്തം നോക്കാം. വരൂ. കുമാരുവിന്റെ അമ്മ. സ്വാമി, ഗുരുസ്വാമിയുടെ കീർത്തി എങ്ങും പരന്നു. കുമാരു ഇപ്പോൾ ചിന്നസ്വാമിയാണ്. കവിതാ കീർത്തിയും മലകൾ കടന്നു. എല്ലാം ഗുരുസ്വാമിയുടെ അനുഗ്രഹം. അല്ലെങ്കിൽ കായിക്കരയിൽ ഒതുങ്ങി പോവായിരുന്നു. വിത്തിലുള്ളത് വിധാനമാകും, സത്തിലുള്ളത് സദാനമാകും. അത് ആർക്കും തടയാനാവില്ല. കാര്യം സ്വാമി ഗ്രഹിച്ചിരിക്കും. എങ്കിലും വന്ന കാര്യം പറഞ്ഞേക്ക. വരേണ്ടെന്ന് പലവട്ടം ചിന്തിച്ചതാ. ഉള്ള കാര്യം പറയാനും കേൾക്കാനും അങ്ങല്ലാതെ ആരുമില്ലല്ലോ. കുമാരഗുരുവിനെ നമുക്ക് നന്നായി അറിയാം. അമ്മയുടെ മനസ്സും വായിക്കാനാവുന്നുണ്ട്. കുമാരന്റെ ഒരു കത്ത് വന്നു. താൻ ഏകനാണെന്നും വിദൂരസ്ഥനാണെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട്. കണ്ണാടി മനസ്സാണ് കുമാരന്. എല്ലാം പ്രതിഫലിക്കും, പ്രതികരിക്കും. കഴിഞ്ഞ തിരുവോണ നാളിൽ കുമാരന്റെ അച്ഛൻ പോയി. വിധവയുമായി 4-5 പൈതങ്ങൾ. അവരെ വളർത്തണം. കുമാരനിപ്പോൾ പഴയ ആളല്ല. 4 ആൾ അറിയുന്ന കവിയാ. അരുവിപ്പുറത്ത് പൂജിക്കും. എല്ലാവർക്കും പ്രിയപ്പെട്ട ചിന്നസ്വാമിയാ. കുമാരനിലൂടെയാകും ഇനി കായിക്കരയുടെ തലയെടുപ്പ്. കവിതയും കുമ്പിടും. ദൈവത്തോടും സ്വാമിയോടും കടക്കാരിയ. അതൊരിക്കലും തീരില്ല. കുമാരൻ വലിയ നിധിയാ. അത് കയ്യിലുള്ളപ്പോൾ വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത്. സ്വാമി പറയണത് നേരാ. മനസ്സും ശരീരവും തളർന്നിരിക്കുമ്പോഴാ കുമാരന്റെ കത്ത് തീയിൽ നെയ്യ് ഒഴിച്ചതുപോലെ. യാതൊരു ആപത്തും കൂടാതെ 10 ദിവസത്തിനുള്ളിൽ കുമാരൻ നിശ്ചയമെത്തും. അപ്പോൾ എത്തിപ്പിടിച്ച് 10 അടി പൃഷ്ഠത്തിൽ കൊടുക്കാം. എന്താ പോരെ? ഇത് മതി. ഈ ഒരു വാക്കു മതി സ്വാമി. സ്വാമി തന്നെ എന്റെ കുമാരന് തുണയും ശരണവും. ഭക്ഷണവും കഴിച്ച് വിശ്രമിച്ചിട്ട് പോയാ മതി. ഭൈരവ, വരൂ. മഹാഗുരു എവിടെയായിരുന്നു ഇത്ര നാൾ? കുറേ അലഞ്ഞു, അന്വേഷിച്ചു. വഴികൾ ക്ഷണിച്ചു, മിഴികൾ ക്ഷണിച്ചു, നാദങ്ങളും ക്ഷണിച്ചു. ക്ഷണങ്ങളൊന്നും നിരസിച്ചില്ല. കവിതകളുടെ ഒരു നീണ്ട ശേഖരമാണല്ലോ ഉള്ളിൽ. ഇനി അവ മനസ്സിലേക്കും ധ്യാനത്തിലേക്കും ശേഖരിച്ചു വയ്ക്കൂ. ശേഖരിക്കുന്നുണ്ട് സ്വാമി. എങ്കിലും ഒരു ദുഃഖമുണ്ടല്ലോ.
വീട്ടിൽ പോയിട്ട് കുറേ നാളുകളായി. പോകാമായിരുന്നില്ലേ? തോന്നിയില്ല സ്വാമി. മനസ്സ് ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത. കവിമനസ് അങ്ങനെയാണ്. അമ്മയെ കാണാൻ പോകായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും അമ്മ വിളിക്കും പോലെ തോന്നിയതാണ്. എന്തായാലും ഒന്ന് പോകണം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും കന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഇത് ലോകം പ്രാർത്ഥിക്കും, കാലം ഓർമ്മിക്കും. ഇപ്പോ ശൃംഗാരച്ചുവയുണ്ടോ? സ്വാമിയെ കണ്ട ശേഷം ആ കറ നീങ്ങി. അതെന്തായാലും നന്നായി. ഇനി അതിലേക്ക് മടങ്ങില്ല. ഇനി ശൃംഗാര കാവ്യം ഉണ്ടാകരുത്. മനസ്സിൽ കവിതയെ വെച്ച് ആരാധിക്കുക. എല്ലാം സ്വാമിയുടെ കൃപ. മഹാഗുരു മഹാഗുരു ഗുരു കണ്ണടച്ചാണ് ഇരിപ്പെങ്കിലും ലോകം മുഴുവൻ ആ കണ്ണുകളും മനസ്സും യാത്ര ചെയ്യുന്നുണ്ട്. യാത്രകൾ വിവിധ തരത്തിലാണല്ലോ. മനസ്സിൽ നിന്നും മനസ്സിലേക്കുള്ള യാത്രയും ഭൗതികമായുള്ള യാത്രയും. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളെ എനിക്കറിയാം. ഡോക്ടർ പത്മനാഭൻ. പൽപ്പു എന്നാണ് വിളിപ്പേര്. ആഗ്രഹങ്ങളാണ് ഓരോ യാത്രികന്റെയും മനസ്സിൽ. അറിവ് നേടുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അദ്ദേഹത്തെ ഒരു യാത്രികനാക്കിയത്. ആ അറിവ് പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമാകുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്ന അദ്ദേഹവുമായി സന്ധിക്കാൻ വീണ്ടും ഒരു അവസരം വരുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നു. അദ്ദേഹത്തിന്റെ യാത്ര ദേശങ്ങൾ കടന്ന് ഭാരതത്തിന്റെ ജ്ഞാനസൂര്യനടുത്തെത്തിയത്രേ. Namaste, Swamiji. Namaste. I am Dr. Padmanabha Palpu with Mysore Medical Center. The spark of social service is evident in your eyes. I also see the burning embers of a rebelized mind. The anarchy thriving around me makes me wish if I have Shiva's third eye. Be prudent with the fire that engulfing you. Don't fan the wildfire, or it will reduce the whole forest to ashes. It would be wiser to collect the trash and then burn it. The cruelty handed down the downtrodden is beyond imagination, Swamiji. Yes, I'm aware of it. Heard a lot, read a lot. But know this, religion and caste are just like vessels of different shapes. They are floating on the ocean or buried in its depths. They are just vessels. They never hold the oceans. Swamiji, you are absolutely correct. But today I am itching to fight back
against caste and religion. That's dividing the people. But I see no clear path. At times like this, it is better to start the journey. The path will reveal by itself. Would you be kind enough to point a direction to start out? The best way to fight casteism is spirituality. Back in homeland, I see a man who is rising like the sun. You know whom it is I'm talking about. Yes, got it. I think he is Guru. Sri Narayana Guru. He's a realized yogi of spiritual knowledge and a man who has touched the Supreme. శివభావం